സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി സെലക്ട് ചെയ്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ പ്രധാനമായിട്ടും കുറേ സെക്ഷനുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം പലർക്കും വലിയൊരു പ്രശ്നമാകുന്നത് കൊണ്ട് തന്നെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഗ്ലോബൽ മാർക്കറ്റ്, പിന്നെ ഇന്ത്യൻ മാർക്കറ്റ്, പിന്നീട് ഗോൾഡ്, അതുപോലെയുള്ള പ്രൈസ്, ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ പ്രൈസ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ്, പിന്നെ സെക്ടറൽ പെർഫോമൻസ്, സ്റ്റോക്കുകളെ കുറിച്ചുള്ളത്, PCR, ഓപ്പൺ ഇൻട്രസ്റ്റ്, പിന്നെ മേജർ ഈവൻറ്റ്സ്, കോർപ്പറേറ്റ് ആക്ഷൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഞങ്ങളുടെ ട്രേഡ്, അതിനുശേഷം ലെവൽസ്, അതേപോലെ പ്രെഡിക്ഷൻസ്, പിന്നെ എക്സ്പയറി ഡേ ട്രേഡ് വരുന്നുണ്ടെങ്കിൽ അത്, ഫൈനലി വീഡിയോയുടെ കമൻറ്റുകൾക്കുള്ള മറുപടി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വീഡിയോ എവിടെ വെച്ച് കാണണം എന്നുള്ളത് തീരുമാനിക്കാം. എൻ്റെ ഒരു സജഷൻ, കംപ്ലീറ്റ് വീഡിയോയും കാണുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. വളരെ അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇന്ന് 3 ഇൻഡെക്സുകളുടെ എക്സ്പയറി ആയിരുന്നു. ഒന്ന് സെൻസെക്സ് ആയിരുന്നു, രണ്ടാമത്തത് ബാങ്ക് എക്സ്, മൂന്നാമത്തത് മിഡ് ക്യാപ്പ്. കാരണം തിങ്കളാഴ്ച അവധി ആയതുകൊണ്ട് ഇന്ന് 3 എക്സ്പയറി ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ 3 എക്സ്പയറി ആയിട്ട് പോലും മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ വന്നത്, തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ്. ഗുരു നാനാക്ക് ജയന്തി ആയതുകൊണ്ട് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ നമുക്ക് 3 ദിവസത്തെ വീക്കെൻഡ് ഉണ്ട്. പരമാവധി കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരിൽ നിന്നും എക്സ്പേർട്സിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഒരു പുതിയ കാര്യമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ട്രേഡിങ്ങിൽ അത് ഒരുപാട് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് വെരി ബുള്ളിഷാണ്. ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഇൻട്രാഡേയിൽ നല്ല ബുള്ളിഷാണ്. യൂറോപ്യൻ മാർക്കറ്റ് ന്യൂട്രൽ എന്ന ഒരു അവസ്ഥയിൽ നിന്നും ബുള്ളിഷിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് മാർക്കറ്റ് കാഴ്ചവെക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 19,849 ട്രേഡിംഗ് നടക്കുന്നത്. 20 പോയിന്റ് ഗ്രീനിലാണ്. പിന്നെ മൊത്തത്തിൽ ഒരു ന്യൂട്രൽ എന്ന അവസ്ഥയിൽ നിന്ന് ബുള്ളിഷിലോട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ മാർക്കറ്റ്. ഒരു സമ്മിശ്ര പ്രതികരണമാണ്, സൈഡ് വേസ് മാർക്കറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി ഏഷ്യൻ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 8 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 64 പോയിന്റിന്റെ അഥവാ 0.32% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പണായ 19,890 നിന്ന് 15 പോയിന്റ് നഷ്ടത്തിൽ 19,794 നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ദെൻ സെൻസെക്സ് ഇന്ന് 18 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 208 പോയിന്റിന് അഥവാ 0.31% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടി. ഇന്ന് ഓപ്പണായ 65,970 നിന്നും 30 പോയിന്റ്, ഇന്ന് ഓപ്പണായ 66,000 നിന്നും 30 പോയിന്റ് നഷ്ടത്തിൽ 65,970 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 0.09% വർദ്ധിച്ച് 11.33 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 30 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 240 പോയിന്റിന്റെ അഥവാ 0.55% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പണായ 43,607 നിന്നും 162 പോയിന്റ് ലാഭത്തിൽ 43,769 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 8 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 88 പോയിന്റ് അഥവാ 0.45% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,595 നിന്നും 57 പോയിന്റ് ലാഭത്തോടുകൂടി 19,652 സെൻസെക്സ് ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. $76.24 ഇന്ന്. ഗോൾഡ് റേറ്റ് ഇന്നലത്തേക്കാളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. $1,995.25 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. ദെൻ USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലെ 83 രൂപ 34 പൈസയാണ് ഒരു US ഡോളറിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 83 രൂപ 37 പൈസയെ അത് വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രൂപയുടെ മൂല്യം സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,833 കോടിയുടെ ബൈങ്ങും 6,208 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,625 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,900 കോടിയുടെ 6,090 കോടിയുടെ ബൈങ്ങും 5,956 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 134 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്.
അവസാനിച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2759 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ മാസത്തെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ 5127 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഈ മാസം കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,348 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ 6,220 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട് നിൽക്കുന്നത്. 0.87% ഒരു മൂവ്മെൻ്റ് ആണ് അത് തന്നിരിക്കുന്നത്, ഒരു ലാഭമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി, PSU ബാങ്ക്, FMCG, IT ഈ 3 സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ETF നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 0.3% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാർമ ബീസ്, IT ബീസ് രണ്ടും നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഓട്ടോ ബീസ്, ഗോൾഡ് ബീസ്, നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ് ഈ 4 ഇന്ന് ലാഭത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബീസ് ഒരു ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ, 0.02% മാത്രം ഗ്രോത്താണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് ഇന്നും 3.44% ഹയസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഇൻഫോസിസ് ഇന്ന് 2.47% ഹയസ്റ്റ് ലോസും മാർക്കറ്റിൽ രേഖപ്പെടുത്തി. അദാനി എൻ്റർപ്രൈസസ്, സിപ്ല, ഡിവിസ് ലാബ്, ഭാരത് ഫോർജ്, ഇൻഡാൽകോ, TVS മോട്ടോഴ്സ്, ജുബിലന്റ് ഫുഡ്സ്, ജിന്ദാൽ സ്റ്റീൽ, ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ്, ലോറസ് ലാബ്സ്, HDFC ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ എംഫസിസ്, ഹിന്ദ് പെട്രോ, IEX, PFC, ചോല ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, വിപ്രോ, വോൾട്ടാസ്, HCL ടെക്, TCS, അപ്പോളോ ഹോസ്പിറ്റൽസ്, ബ്രിട്ടാനിയ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSEയിലെ മൊത്തത്തിൽ ഒരു പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ 964 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1135 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത്. നിഫ്റ്റിയുടെ PCR ഇന്ന് 0.99 ആണ് വന്നിരിക്കുന്നത്. ഇന്നലെ 0.86 ആയിരുന്നു, അത് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റ് തിരിച്ച് ബുള്ളിഷായി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 19,795 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 30 പോയിന്റ് മാത്രം മുകളിലായിട്ട് 19,825 ഇന്ന് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോകുന്നത്. 3 ദിവസത്തെ പ്രൈസിനേക്കാൾ താഴെയാണ്, 2 ദിവസത്തേക്കാളും മുകളിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.04 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 0.92 ആയിരുന്നു ഇന്നലെ. 43,769 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 25 പോയിന്റ് മുകളിലായിട്ട് 43,794 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തിലും സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ അതിപ്പോൾ അറ്റ് ദ മണിയിലാണ് വന്ന് കിടക്കുന്നത്. ഇവിടെ പുട്ട് റൈറ്റ് ചെയ്ത് 96 ലക്ഷത്തിൻ്റെ പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോൾ 95 ലക്ഷം കോളും റൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ അറ്റ് ദ മണിയിൽ. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരുമ്പോൾ മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ വലിയ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കോൾ റൈറ്റ് ചെയ്ത് 92 ലക്ഷം കോളുള്ള 19,900 20,000 റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ താഴോട്ട് പോകുകയാണെങ്കിൽ ഈസി മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യമായ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ കാണുന്നില്ല. അതായത് സപ്പോർട്ട് എവിടെയും കാണുന്നില്ല, റെസിസ്റ്റൻസ് തന്നെയാണുള്ളത്. 3 റെസിസ്റ്റൻസ് പോയിന്റുകളുണ്ട്. മാർക്കറ്റിൻ്റെ മുകളിലോട്ട് പോകാതിരിക്കാൻ നല്ല രീതിയിൽ തടയുന്നുണ്ട്. എന്നാൽ താഴോട്ട് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിൽ വഴിയൊരുക്കി വെച്ചിട്ടുമുണ്ട്. ഇനി 4,63 ലക്ഷം കോളം 3,72 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.8 ആണ് PCR വരുന്നത്. 19,794.7 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് ലൈൻ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഒരു റെസിസ്റ്റൻസ് ലൈനിൽ 44,000 31 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ 43,500 ഇവിടെ 30 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇടയിലായിട്ട് മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അടുത്ത തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ്. സോ പിന്നെ 3 ദിവസമൊക്കെ കിട്ടുള്ളൂ മാക്സിമം. ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച എക്സ്പയറിയാണ്. 1,57 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 1,33 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. 0.8 ആണ് PCR വരുന്നത്. 43,769 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നാളത്തേക്കുള്ള കോർപ്പറേറ്റ് ആക്ഷൻസോ ഈവൻസോ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നില്ല, ഒന്നും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. സോ നമുക്ക് ഞങ്ങളുടെ ട്രേഡ് നോക്കാം. ഇന്ന് ഞങ്ങൾ 2,372 രൂപയുടെ പ്രോഫിറ്റിലാണ് അവസാനിച്ചിരിക്കുന്നത്. 14 ട്രേഡുകളാണ് ഇന്ന് കിട്ടിയത്. മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രേഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ ഒരു റേഞ്ചിൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. സോ ഇവിടെ 14 ട്രേഡിൽ ഏകദേശം 169 രൂപ പെർ ട്രേഡ് പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. 1:1.41 എന്ന രീതിയിലാണ് റിസ്ക് റിവാർഡ് റേഷ്യോ
കിട്ടിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 0.7% ലോസ് ആണ്. 2 ട്രേഡ് എടുത്തപ്പോൾ രണ്ടിലും കൂടിയിട്ട് 805 രൂപയോളം 710 രൂപയുടെ ടോട്ടൽ ലോസാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ 1% അടുത്ത് ലോസാണ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫിൻ നിഫ്റ്റിയിൽ അതേപോലെ 0.5% നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 442 0.5% പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സിൽ 1.7% പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് ഓപ്ഷനിൽ 2.3% പ്രോഫിറ്റ് ഉണ്ടായി. മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2,09,000 രൂപയാണ് ഞങ്ങൾ ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 34.8% പ്രോഫിറ്റ്, 337 ട്രേഡുകൾ, 1:1.9 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് ഓക്കെയാണ്. ഇവിടെ നമുക്ക് 1:1.9 കിട്ടിയിട്ടുണ്ട്. മന്ത്ലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 10.9% പ്രോഫിറ്റ് ഉണ്ട്. അത് ഓക്കെയാണ്. 10% കൂടുതൽ പ്രോഫിറ്റ് മന്ത്ലി പെർഫോമൻസിൽ വരുന്നത് ഓക്കെയാണ്, അക്സെപ്റ്റബിൾ ആണ്. ബാങ്ക് നിഫ്റ്റി 2.7% ആണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഈവൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഫിൻ നിഫ്റ്റി 20% പ്രോഫിറ്റ് ഉണ്ട്, സൂപ്പറാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 11% പ്രോഫിറ്റ് ഉണ്ട്, അതും ഓക്കെയാണ്. സെൻസെക്സ് 4.7%. അപ്പം ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ആണ് വീക്കർ സൈഡായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 158% പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റിൽ കാര്യമായ ഒരു പെർഫോമൻസ് ഒന്നും റാസ് ലെവൽസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയിലാണ് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ 1.25 തൊട്ട് ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ദെൻ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പൊക്കെ ബോറൻ മൂവ്മെൻ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ക്യാഷാക്കി മാറ്റാൻ പറ്റാത്ത മൂവ്മെൻ്റ് ആയിരുന്നു. സെൻസെക്സ് ഇന്നലെ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച സംഭവങ്ങളാണ്, പക്ഷേ ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ താഴോട്ടുള്ള മൂവ്മെൻറ്റിന് സാധ്യത കൂടുതലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് താഴോട്ടാണ് മൂവ്മെൻറ്റ് കിട്ടിയത്. ബട്ട് അത് വലിയ രീതിയിലുള്ള ഈ ഒരു 65,618 ലെവലൊക്കെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടുമായിരുന്നു. കാരണം എക്സ്പയറി ഡേയിൽ സ്വാഭാവികമായിട്ടും പ്രീമിയം കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും ഒരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം. ചെറിയ മൂവ്മെൻറ്റ് കിട്ടിയത് പ്രോഫിറ്റായി, സത്യമാണ്. ബട്ട് അതൊരു എക്സ്പയറി ഡേയിലെ ആഘോഷത്തിന് മാത്രമുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും സെൻസെക്സിൽ കിട്ടിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. കാരണം ഈ നോ ട്രേഡ് സോണിൽ നിന്നും താഴെ തന്നെയാണ് ട്രേഡിംഗ് നടന്നത്. സോ യെസ്റ്റർഡേ ലോ കട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്, S2 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഇവിടെ എക്സ്പയറി ഡേയോട് അടുക്കുമ്പം സെൻസെക്സിൽ വരുന്ന ആ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഇത് ഒരു തരം മുള്ളുള്ളത് പോലെയാണ് ഈ ക്യാൻഡിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല രീതിയിൽ ഒരു അൺസർട്ടനിറ്റി അവിടെ നല്ല രീതിയിൽ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത്ര തന്നെ ഉള്ളൂ, അത് വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ല. ഓവറോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ താഴോട്ട് വളയുന്നുണ്ട് അതിൻ്റെ ഹെഡ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പോകുന്ന പോക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഈ ഒരു ലൈനെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോവുമായിരിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റി താഴോട്ട് ഇറങ്ങുമ്പോൾ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. സോ അതും ഒരു വിരോധാഭാസമാണ്, ഡൈവേർജൻസ് ആണത്. സോ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിലെ സൈഡ് വൈസ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരേ ഡയറക്ഷനിൽ പോകുമ്പോഴാണ് ഒരു എന്താ പറയുക നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ. അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് റേഞ്ച് ബൗണ്ടും മറ്റേത് ബുള്ളിഷോ അല്ലെങ്കിൽ ബെയറിഷോ ആയാലും നല്ല മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് ഡൈവേർജൻസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് മൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ഇത് ഇന്നത്തെ ക്യാൻഡിൽ റെഡാണ്, താഴോട്ടാണ് വന്നിട്ടുള്ളത്, ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് മുകളിൽ ഗ്രീൻ ക്യാൻഡിലാണ്, മുകളിലോട്ടാണ് പോയിട്ടുള്ളത്, ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലോട്ട് അത് താഴോട്ടും എന്ന് പറയേണ്ടി വരും. ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ അതേ പ്രതിഭാസമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കൊരു ഹൈയും ഒരു ലോയും ഇവിടെ വരയിടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒരു സൈഡ് വൈസ് തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്, മറ്റൊന്നും സംഭവിക്കുന്നില്ല. കണ്ടില്ല, ഇവിടെ നിന്ന് വന്നു, ഇവിടെ കയറി, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതവിടെ അതിൻ്റേതായ പാട്ടിന് പോട്ടെ. നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് എനിക്ക് തോന്നുന്നു അതിൻ്റെ റാലി ഏകദേശം ഒരു ഫുൾ അതായത് ഒരു പോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ കയറി വന്ന് ഇനി ഇവിടെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് കയറി പോവുക. എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പിന്നെ സെൻസെക്സ്, ഇന്നത്തെ സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തന്നെ വളരെയധികം ശോകമായിരുന്നു. അപ്പോൾ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. എന്തായാലും നിഫ്റ്റി ഇപ്പോൾ ഒരു സപ്പോർട്ട് ലൈനാണ് 65,941 മുകളിലാണ്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറും. ഈ മാസം
സെൻസെക്സിന് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് 66,469 ഇവിടെ ഹൈ വന്നിട്ടുള്ളത് 66,358 ഒരു 300 പോയിന്റിൻ്റെയും കൂടെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. എന്നാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് കയറുകയാണെങ്കിൽ ഒരു 450-500 പോയിന്റ് കയറണം, അത്ര തന്നെ ഉള്ളൂ. സോ ഈ ആഴ്ച അത് അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുവരെയും സെൻസെക്സും നിഫ്റ്റിയും റാസ് ലെവൽസിനെ പറ്റിച്ചിട്ടില്ല. സോ മുകളിലോട്ടാണെങ്കിൽ മാക്സിമം മുകളിലോട്ട് തരും, അല്ലെങ്കിൽ താഴോട്ടാണെങ്കിൽ താഴെയുള്ള ലൈൻ ടച്ച് ചെയ്യും. അങ്ങനെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്. മാർക്കറ്റാണ്, അങ്ങനെ ആർക്കും വാശി പിടിക്കാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് മന്ത്ലി ലെവൽസ് വെച്ചെടുത്ത ഒരു ട്രേഡിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതിലിപ്പോൾ 100% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്നിപ്പം നമ്മളൊരു എക്സ്പയറി വരെ ഫോളോ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ 433 രൂപയാണ് ഇപ്പോൾ ഉള്ള പ്രൈസ്. ഇന്നലെ അത് 484 ഉണ്ടായിരുന്നു. 50 രൂപയുടെ ഒരു ഫോള് ഇന്ന് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഡീപ്പിൻ്റെ മണിയാണ്, തിരിച്ച് നല്ല സ്പീഡിൽ കയറിക്കോളും. മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് അപ്പായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 200%, അതായത് 480 പ്ലസ് 522 722 രൂപ റേഞ്ചിലേക്ക് ഞാൻ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ട് സേവ് ചെയ്ത് വെച്ചേക്കാം. 722 രൂപ ചിലപ്പോൾ ഈ ആഴ്ച ഇത് തന്നേക്കാൻ സാധ്യതയുണ്ട്. 722. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഞാനത് സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് കയറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ തിരിച്ച് എൻട്രി പ്രൈസിലേക്ക് പോകുമായിരിക്കും. കഴിഞ്ഞ വീഡിയോ, അതായത് 23-ാം തീയതി ഇന്നലത്തെ വീഡിയോ, 23 നവംബറിൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന 1007 പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. ദെൻ ഇവിടെ ഉണ്ണി നായർ, ഗുഡ് ഇൻഫോ, താങ്ക് യു വെരി മച്ച്. ആൻഡ് വിജയകുമാർ, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റഖീഖ്, താങ്ക് യു വെരി മച്ച്. Tram Traveler, thank you very much. Baiju Joseph, thank you very much. By Firoz, okay, Firoz, thank you very much. User, okay, expiry ഡേയിൽ ഇൻഡെക്സ് ഏകദേശം എവിടെ ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാമോ? അത് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ തലേ ദിവസം നാളെ ഇന്ന സ്ഥലത്ത് എക്സ്പയർ ആകും എന്നുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി ഒത്തിരി പേര് അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും മാർക്കറ്റാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും അങ്ങനെ നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ഥാപനങ്ങളും മാർക്കറ്റിലേക്ക് പണം ഇറക്കുന്നതും പണം പിൻവലിക്കുന്നതിനനുസരിച്ചാണ് ഈ നമ്പേഴ്സ് മുകളിലോട്ടും താഴോട്ടും പോകുന്നത്. അപ്പോൾ എൻ്റെ നിക്ഷേപങ്ങൾ പ്രധാനമായിട്ടും ഏതൊരു ഇൻവെസ്റ്ററെയും അല്ലെങ്കിൽ ഏതൊരു ട്രേഡറിനെയും നിയന്ത്രിക്കുന്ന അയാളുടെ ഇമോഷൻസാണ്, അയാളുടെ കുറേ ചിന്തകളാണ്. ആ ചിന്തകൾ ഇപ്പോൾ മാർക്കറ്റും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പേടി വരും ഉള്ളിൽ. അപ്പോൾ ഇപ്പം ഞാൻ കാശ് ഇറക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ട് കരുതി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യും, മാർക്കറ്റ് ഇടിയുന്ന കരുതി ഷോർട്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുമ്പോൾ വീഴാൻ പോകുന്ന മാർക്കറ്റിന് ഒരു തള്ളു കൊടുക്കുന്ന പോലെയാണ്. അതേപോലെ തന്നെ മാർക്കറ്റിൽ നല്ല ഇപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ് നല്ല പോളിസീസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതലും ലോങ് പൊസിഷൻസ് അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിന് പറന്നു പോകാൻ നിൽക്കുന്ന മാർക്കറ്റിനെ ഒന്ന് തള്ളിവിടുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് എറിയുന്നത് പോലെയുള്ള രീതിയിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് വരും. ഇതെവിടെ പോയി നിൽക്കും എന്നുള്ളതും അതും കുറേയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയന്ത്രിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു മാർക്കറ്റിനെ. കാരണം അത്രയധികം ഫണ്ട് പമ്പ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഒരു പരിധിവരെ ബ്രേക്ക് ഫേക്ക് ബ്രേക്ക് ഔട്ടൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിനെ അവർക്ക് പണം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ നമുക്ക് എവിടെ എന്ന് അവസാനിക്കും എന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഒരു 10 ദിവസം കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതേ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ മുന്നോട്ട് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ എന്താ പറയുക, ഇതെന്താണ് ഐഡിയ എന്ന് ചോദിച്ച് കുറേ പേര് അയാളെ വന്നിട്ട് കൊന്നിട്ടായാലും ഐഡിയാസ് കളക്ട് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തരികിട നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ടെന്ന് കരുതി അയാളെ പോലീസുകാർ കൊണ്ടുവരും 2 എണ്ണം കൊടുക്കും. എങ്ങനെയായാലും സാധ്യത വളരെ മുന്നോട്ട് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് എക്സ്പയർ ആകും അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ അവസാനിക്കും എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവചനങ്ങളിൽ ഒരു 50-50 ചാൻസ് കൊടുത്തിട്ട് മാത്രം അത് മനസ്സിലേക്ക് കയറ്റുക. റംഷു ലൈവ് എവിടെ കാണാൻ പറ്റും? ലൈവ് ഞാൻ രാവിലെ 9:15 മുതൽ 3 മണി വരെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ലൈവ് ഉണ്ടാവും. നമുക്ക് പരസ്പരം സംസാരിച്ചും കണ്ടും ചിരിച്ചൊക്കെ ആയിട്ട് ഒരു ദിവസം ട്രേഡിങ്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ട്രേഡ് വരുമ്പോൾ ആർക്കും തന്നെ ടെൻഷൻ ഇല്ലാത്തത്. തിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. മനോജ് KC, താങ്ക് യു വെരി മച്ച്.
അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. നാളെ, അതായത് നാളെ മീൻസ് തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ് ഗുരു നാനാക്ക് ജയന്തി പ്രമാണിച്ചിട്ട്. അപ്പോൾ 3 ദിവസത്തെ ദീർഘമായ അവധിയുണ്ട്. പരമാവധി എൻജോയ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് കണ്ടന്റുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. എവിടുന്ന്, യൂട്യൂബിൽ നിന്നായാലും എവിടെ നിന്നായാലും. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ, വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചൊവ്വാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.